എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ചെയ്തു തരാൻ ഒരു പ്രശ്നവുമില്ല. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമാണ് എൻ്റെ ദൈവം. മത്തായി എഴുതിയ സുവിശേഷം 10:22 നമ്മൾ പറഞ്ഞു, അത് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഈ ഒരു വചനം മത്തായി എഴുതിയ സുവിശേഷം 24:13 മർക്കോസിൻ്റെ എഴുതിയ സുവിശേഷം 13:13 ഉണ്ട്. ഈ മൂന്നിടത്ത് ഇതേ കാര്യം ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ട് നാം കാണുന്നു. യേശു കർത്താവ് ഈ ലോകത്തിൻ്റെ അന്ത്യനാളുകളിലെ പറ്റി സംസാരിക്കുമ്പോൾ ഈ ഒരു വാക്യം വീണ്ടും വീണ്ടും എടുത്ത് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഹി ഹു എൻഡ്യൂഴ്സ് ടു ദി എൻഡ് വിൽ ബി സേവ്ഡ്. അതാണ് ന്യൂ കിങ് ജെയിംസ് വെർഷനിലെ മാറ്റ പരിഭാഷ. വേറെ അടുത്ത് NIV നമ്മൾ നോക്കുമ്പം സ്റ്റാൻഡ് ഫേം എന്നുള്ളതാണ്. നമ്മൾ സ്റ്റാൻഡ് ഫേം അല്ലെങ്കിൽ എൻഡ്യൂർ ടു ദി എൻഡ്. അപ്പോൾ ഈ അവസാന കാലങ്ങളിൽ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഉറച്ചു നിൽക്കണം. അപ്പോൾ ഈ ഭാഗത്തിനൊരു ഇൻട്രഡക്ഷനായിട്ട് റോമാലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഓരോ വാക്യം ഒന്ന് നിർത്തി നമുക്ക് വായിച്ചിട്ട് നമുക്ക് പോകാം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ക്രൂശിൽ വെച്ച് യേശു കർത്താവ് ചെയ്തു തന്നത്. ദൈവത്തോട് ഒരു സമാധാനത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. അപ്പം അത് നമുക്ക് കഴിഞ്ഞ കാര്യം, നമുക്ക് ലഭിച്ചൊരു വിഷയം, രക്ഷയിലേക്ക് നമ്മൾ വന്നു. അത് കഴിഞ്ഞിട്ട് 2-ാം വാക്യം നാം കാണുന്നത്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ നിൽക്കുന്ന ഒരു കൃപ എന്ന് പറയുന്നതാണ് നമ്മളിപ്പോൾ ജീവിക്കുന്ന കാര്യം. നമ്മൾ നിൽക്കുന്ന ഈ കൃപയിലേക്ക് യേശു കർത്താവ് നമുക്ക് രക്ഷ ആ ക്രൂശിൽ നിവർത്തിച്ചിട്ട് നമ്മളെ ഈ ഇതിലേക്ക് കടത്തി. അപ്പം നമ്മളിവിടെ ഒരു കൃപയിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് തന്നെയല്ല, അതിനിടയ്ക്ക് മുമ്പേ നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അപ്പം നമ്മൾ മുമ്പോട്ട് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ ആ പൂർണ്ണ അളവിലുള്ള ഒരു വെളിപ്പാടിലേക്ക് നമ്മൾ നോക്കി പാർക്കുകയാണ്. അപ്പം നമുക്ക് മുമ്പോട്ട് നോക്കാനുണ്ട് ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പൂർണ്ണ അളവിലുള്ളൊരു വെളിപ്പാട്. അപ്പം നമുക്ക് രക്ഷ തന്നു, നമ്മളിപ്പോൾ ഒരു കൃപയിൽ നാം ഇവിടെ നിലനിൽക്കുന്നു, നമ്മളൊരു പ്രത്യാശയിൽ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ ആ ഒരു പൂർണ്ണ വെളിപ്പാടിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. അത് നമ്മുടെ പ്രത്യാശ. നാം കഷ്ടങ്ങളിലും അതുതന്നെയല്ല, 3-ാമത്തെ വാക്യം, അതുതന്നെയല്ല കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഈ കൃപയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ അനുവദിക്കുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. കാര്യം എന്താ? നമ്മളെ ആ തേജസ്സിലേക്ക് നടത്താനായിട്ട് ദൈവം തമ്പുരാൻ ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് അനുവദിച്ച് തന്നിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകണം. ആ കഷ്ടങ്ങളാണ് നമുക്ക് എന്താ ചെയ്യുന്നത്? ആ കഷ്ടത സഹിഷ്ണുത, അതാണ് ഈ സഹിഷ്ണുതയാണ് നാം മുമ്പ് പറഞ്ഞ ആ വാക്യം പറയുന്നത്. എൻഡ്യൂർ അല്ലെന്നുണ്ടെങ്കിൽ എന്നുള്ളൊരു കാര്യം, സഹിഷ്ണുത, അത് നമ്മൾ നിലനിൽക്കുക. പെർസിവിയർ എന്ന് വേറൊരു വാക്യം നമുക്ക് പറയാം. അപ്പോൾ പെർസിവിയർ, എൻഡ്യൂർ, സ്റ്റാൻഡ് ഫേം, ഈ തളരാതെ നമ്മൾ മുമ്പോട്ട് പോവുക. ആക്ച്വലി ഈ പെർസിവറൻസ് എന്ന് പറയുന്നാൽ ഇറ്റ് ഈസ് ഈ നമ്മൾ ഒരു അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബീയിങ് സേഫ് ഇൻ ക്രൈസ്റ്റ് ജീസസ് അൺടിൽ ഹിസ് റിട്ടേൺ. കർത്താവ് തിരിച്ചു വരുന്നവരെ ക്രിസ്തയേശുവിൽ സുരക്ഷിതമായിട്ട് നാം നിലനിൽക്കുന്നതിനെയാണ് യഥാർത്ഥത്തിൽ എന്ത് പറയുന്നത്? പെർസിവിയർ ചെയ്യുക, സഹിഷ്ണുതയോടെ നിൽക്കുക. ഇതിനെയാണ് നമ്മൾ കടന്നു പോകുന്ന സാഹചര്യമെന്ന് പറഞ്ഞാൽ അതാണ്. ഇങ്ങനെ ഈ സഹിഷ്ണുതയിലൂടെ കടന്നു പോകുന്നത് നമുക്ക് രക്ഷ കിട്ടിയതിൻ്റെ ഒരു യഥാർത്ഥത്തിൽ ഒരു സൈനാണ്, അതിൻ്റെ ഒരു ലക്ഷണമാണ്.
അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ കഷ്ടങ്ങളിൽക്കൂടെ നമ്മൾ ഒരു തരത്തിലും ക്ഷീണിച്ചു പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഇതിനകത്തൂടെ നിലനിൽക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കേട്ട വചനം എന്തുവാ? അവസാനത്തോളം നമുക്ക് സഹിച്ച് നിൽക്കണം. വി ഹാവ് ടു എൻഡ്യൂർ, സ്റ്റാൻഡ് ഫേം ടിൽ ദി എൻഡ്. നമ്മളിൽ കൂടെ ഇനി ഈ പറഞ്ഞ കഷ്ടങ്ങളും പ്രശ്നങ്ങളും എല്ലാം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ഓരോ വർഷം കഴിയും തോറും ആ പ്രശ്നങ്ങൾ ദുർഘട സമയങ്ങളിലേക്ക് വരുമ്പോൾ ഇതിനകത്തൂടെ നമ്മൾ സഹിഷ്ണുതയോടെ നിൽക്കണം. ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നിൽക്കാൻ നമ്മളെ വിളിച്ചിരിക്കുമ്പോൾ ക്യാൻ വി ബി സിംപ്ലി കോൺഫിഡൻറ്റ്? നമ്മൾ വളരെ ലഘുവായിട്ട് ഈ കാര്യം എടുത്ത് നമുക്ക് ജീവിക്കാൻ ഒക്കുമോ? ദൈവം എന്താണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നുള്ള ചില കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചിന്തിക്കാനിരിക്കുന്നത്. ഫിലിപ്പി ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചാൽ അത് പറയുന്നത് നമ്മുടെ രക്ഷ ഇതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. ഈ മലയാളത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആ ഒരു പരിഭാഷയിൽ രക്ഷയ്ക്കായി എന്ന് എഴുതിയിരിക്കുന്നത് തെറ്റാണ്. ആ പരിഭാഷ നിങ്ങളുടെ രക്ഷ പ്രാവർത്തികമാക്കുവിൻ, അല്ലെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുവിൻ. ഇംഗ്ലീഷിൽ അത് പറയുന്നത് യു ഹാവ് ടു വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ വിത്ത് ഫിയർ ആൻഡ് ട്രെംബ്ലിങ്. അപ്പം നമുക്ക് കിട്ടിയ രക്ഷ പോക്കറ്റ് വെച്ചുകൊണ്ടിരിക്കാനല്ല, അത് നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ കൃപയിൽ നിൽക്കുമ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കാരണം മത്തായി എഴുതിയ സുവിശേഷം 24 നമ്മൾ കാണുന്നു, 13-14 നമ്മൾ വാക്യങ്ങളൊന്ന് എടുക്കുകയാണെങ്കിൽ, മാത്യു ചാപ്റ്റർ 24:13-14. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. അതെ, അപ്പം ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നിലനിൽക്കേണ്ടത്. നമ്മളിങ്ങനെ പിടിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ നിൽക്കണം, നമ്മൾ നഷ്ടപ്പെട്ടു പോവാതെ. ഈ പലയിടത്തും ഈ പറഞ്ഞ പോലെ ഈ സുവിശേഷം എല്ലായിടത്തും നമ്മൾക്ക് അത് പ്രസംഗിക്കപ്പെടും. അവിടെ അവസാനം വരും. അപ്പം അവസാനത്തിൻ്റെ ഒരു അവസാന കാലഘട്ടങ്ങളിൽ സുവിശേഷത്തിൻ്റെ സ്പ്രെഡെന്ന് പറയുന്നത് വളരെ എക്സ്റ്റെൻസീവായിട്ട് നടക്കും. നമുക്കിപ്പോൾ അറിയാം, ഇൻ്റർനെറ്റ് നമുക്കിപ്പോൾ കിട്ടിയേക്കുന്ന ഇതെല്ലാം ടെക്നോളജി എന്ന് പറയുന്നത് വളരെയധികം കാര്യങ്ങൾ ഇത് വർദ്ധിച്ചു വരുവാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ അന്ത്യകാലത്ത് വരുന്ന വേറെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അനേകരെ തെറ്റിച്ച് കളയുന്ന ഒരു വ്യാപാരവും ഇതിനകത്തൂടെ തന്നെ ഉണ്ടായിരിക്കും. ഓരോ പ്രസംഗങ്ങൾ നമ്മളിങ്ങനെ കാണുമ്പോൾ ഇതാണ് ശരി എന്ന് നമ്മളിങ്ങനെ അങ്ങ് ചിന്തിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് വെളിയിറങ്ങാൻ പോലും നേരമില്ല. പക്ഷേ ഇതിനിടെ കൂടെ വി ക്യാൻ ബി ലെഡ് എസ്ട്രേ എന്നാണ് ദൈവവചനം പറയുന്നത്. നമ്മളെ തെറ്റിച്ച് കളയുന്ന ഒരു വ്യാപാരം ഈ അന്ത്യകാലത്ത് അധികമായിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് വി ഹാവ് ടു ഗാർഡ് അഗൻസ്റ്റ് ദാറ്റ്. നമ്മൾ വളരെ ശ്രദ്ധയോടെ അതുകൊണ്ട് നമ്മൾക്ക് അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ എബ്രായ ലേഖനത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, എബ്രായ ലേഖനം 3-ാമത്തെ അധ്യായത്തിൻ്റെ 12 തുടങ്ങി 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. അവിശ്വാസമുള്ളൊരു ദുഷ്ടഹൃദയം നിങ്ങളിൽ ഉണ്ടാകാതിരിപ്പാൻ, അങ്ങനെ എഴുതിയേക്കുന്നത്. അപ്പം നേരത്തെ ഉള്ള കാര്യമല്ല, ഇതുണ്ടാകാനൊരു സാധ്യതയുണ്ട്. അവിശ്വാസമുള്ളൊരു ദുഷ്ടഹൃദയം ഉണ്ടാകാതിരിപ്പാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഹൃദയത്തെ നമ്മൾ ഗാർഡ് ചെയ്യണം. അടുത്ത വാക്യം കൂടെ വായിച്ചാട്ടെ. നിങ്ങൾ ആരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ. അതെ, അന്യോന്യം പ്രബോധിപ്പിക്കണം. പാപത്തിൻ്റെ ചതിയാൽ ഹൃദയം കഠിനപ്പെടും. പാപത്തിൻ്റെ ഒരു ചതി എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യവും ഞാനത് പറഞ്ഞിട്ടുണ്ട്. പാപം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ
നമ്മൾ കർത്താവിനോട് ഏറ്റു പറയുകയാണെങ്കിൽ കർത്താവിനെ സർപ്രൈസ് ചെയ്യുകയൊന്നുമല്ല. കാരണം കർത്താവ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക, ഇതെന്തോ നടക്കുമെന്ന് നേരത്തെ അറിയാവുന്ന ഒരു കർത്താവാണ്. പക്ഷേ നമ്മൾ ചെയ്തു എന്നുള്ളത് ദൈവസന്നിധിയിൽ നമ്മൾ സമ്മതിക്കുകയും അതിൻ്റെ ഉത്തരവാദിത്വം എടുക്കുകയും ദൈവത്തോട് അപ്പോഴപ്പോൾ അതിന് ക്ഷമ ചോദിക്കുകയും വീണ്ടും ഇതിലേക്ക് വീഴാതിരിക്കാൻ നമുക്ക് വീണ്ടും കൃപ ചോദിക്കുകയും ചെയ്യേണ്ട അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ നാളത്തേക്ക് അല്ലേ പിന്നെ ആകാം എന്ന് പറഞ്ഞുകൊണ്ട് നാം മാറ്റിവെക്കുകയാണെങ്കിൽ സംഭവിക്കുന്ന നമ്മുടെ ഹൃദയം കഠിനപ്പെടും. ഹൃദയം കഠിനപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് പിന്നെ അവിശ്വാസം കടന്നു വരും. നമ്മുടെ ഹൃദയം നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. കൊലോസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിൻ്റെ 21 തുടങ്ങി 23 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. കൊലോസ്യ ലേഖനം 1:21 തൊട്ട് 23 വരെ. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവനിപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. അതെ, മുമ്പോട്ട് വായിച്ചാട്ടെ. ആകാശത്തിൻ കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുമ്പിൽ നിൽക്കും. അങ്ങനെ അവൻ്റെ മുമ്പിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി അങ്ങനെ വിശ്വാസത്തിൽ നിൽക്കണം. ഇപ്പം കർത്താവ് രണ്ടാമത് മടങ്ങി വരുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾ എത്ര പേരുണ്ട്? പലരും അതങ്ങ് മറന്നു കളഞ്ഞേക്കുക. അതൊന്നുമല്ല വിഷയം. അപ്പം സുവിശേഷത്തിൻ്റെ പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇവിടെ നമ്മൾ പരദേശികളാണ്, നമുക്ക് കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകാനുണ്ടെന്നുള്ള ഒരു വലിയ ബോധ്യമാണ് നമ്മുടെ ഒരു പ്രത്യാശ. കർത്താവ് പറഞ്ഞു, ഞാൻ പോയാൽ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കാനാണ് പോകുന്നത്, സ്ഥലമൊരുക്കിയാൽ ഞാൻ വന്ന് ഞാൻ ആയിരിക്കേണ്ടിടത്ത് നിങ്ങൾ എൻ്റെ കൂടെ ആയിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇതാണ് നമുക്ക് വലിയൊരു പ്രത്യാശ. പലരും ഈ പ്രത്യാശയിൽ നിന്നൊക്കെ വിട്ടു. നമ്മുടെ ഈ ലോകത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ എനിക്ക് ഇങ്ങനൊരു പ്രത്യാശയുണ്ട്, ഞാനിവിടെ ഒരു പരദേശിയാണെന്നുള്ളൊരു ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ? ഈ കഷ്ടങ്ങളിൽ നമുക്ക് സഹിഷ്ണുതയോടെ നിൽക്കാനൊക്കത്തുള്ളൂ. അല്ല ഇവിടെ ഞാൻ എന്നും കിടക്കാൻ പോവാന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു സഹിഷ്ണുതയോടെ പലപ്പോഴും നമുക്ക് നിൽക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ സുവിശേഷത്തിൻ്റെ പ്രത്യാശ എന്ന് പറഞ്ഞാൽ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ കർത്താവ് എന്നെ ഒരിക്കൽ സ്വീകരിച്ചു, അവൻ എന്നെ ഒരിക്കലും വിട്ടേച്ച് പോകത്തില്ല, അവൻ ഉപേക്ഷിക്കത്തില്ല, അവൻ തള്ളിക്കളയത്തില്ല, അവൻ എന്നോടുകൂടി എന്നേക്കും ഉണ്ട്. ഏറ്റവും വലിയൊരു പ്രോമിസ് സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത്, കഷ്ടങ്ങളിൽ അവൻ നമുക്ക് ഏറ്റവും അടുത്തൊരു തുണയാണ്. ഈസ് എ ഹെൽപ്പർ ഇൻ ടൈംസ് ഓഫ് ഡിഫിക്കൽട്ടീസ്. നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം ഇതെല്ലാം അങ്ങ് ഈ സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നമ്മളങ്ങ് അതിൽ നിന്ന് മാറിപ്പോവുക എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് ജീവിക്കാനായിട്ട് വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മളിതിനൊക്കെ ശ്രദ്ധിക്കാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 10-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം കൊണ്ട് നമുക്ക് നോക്കാം. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. അപ്പം നിൽക്കുന്നു എന്ന് തോന്നുമ്പോൾ നമ്മൾ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, വീഴാൻ സാധ്യതയുണ്ട്, പക്ഷേ എന്നെ നിർത്തുന്നത് എൻ്റെ കർത്താവാണ്, ഞാൻ ഈ കൃപയിലാണ് നിൽക്കുന്നത്. ഒരിക്കലും നമുക്കൊരു അഹംഭാവത്തിൻ്റെയോ നമ്മളിൻ്റെ ഒരു കഴിവിലോ നമ്മൾ ഒന്നിലും നമുക്ക് ഊന്നാൻ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നെങ്കിൽ വീഴാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഒരു സാധാരണഗതിയിൽ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ മറ്റുള്ളവർ, നമ്മൾ ചുറ്റുപാട്, നമ്മളൊരു കമ്മ്യൂണിറ്റിയാണ്, നമ്മൾ മറ്റ് പലരെയും നോക്കും. എൻ്റെ കർത്താവ് ഞാനിങ്ങനെ നിൽക്കുന്നു,
മറ്റേയാൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല. നമ്മൾ ഒരിക്കലും അങ്ങനത്തെ ഒരു ജഡ്ജ്മെൻറ്റിലോട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്തയിലോട്ടോ പോകാൻ ഒരു തരത്തിലും നമ്മുടെ ഹൃദയത്തെ നമ്മൾ വിട്ടുകൊടുക്കരുത്. ഞാൻ വീഴാതെ ഞാൻ നിൽക്കുന്നെങ്കിൽ അത് കർത്താവ് എന്നെ നിർത്തുന്നത് കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്നുള്ള വലിയൊരു ബോധ്യവും ഏറ്റുപറച്ചിലും നമുക്ക് എന്നും ഉണ്ടായിരിക്കണം. മറ്റൊരുത്തൻ്റെ ദാസനെ വിധിക്കാൻ നീ ആരെ? അവനെ നിർത്താൻ കഴിയുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. വേറെ ആരെ നമ്മളോട് ഈ കാര്യത്തിൽ നോക്കാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ കർത്താവിങ്കിലേക്ക് മാത്രം ഈ കാര്യത്തിൽ നോക്കുക. എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ വേറെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. നമുക്ക് ഡ്രിഫ്റ്റ് അവേ, നമ്മൾ ഈ വല്ലപ്പോഴും ഒഴുകിപ്പോവുക എന്നുള്ളൊരു മലയാളം പരിഭാഷ അത് അങ്ങനെ അങ്ങ് വന്നുപോയി എന്നുള്ളതുള്ളൂ. ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത് therefore we must give the more earnest heed to the things we have heard lest we drift away. വല്ലപ്പോഴും ഒഴുകി പോകാമെന്നല്ല, നമ്മളങ്ങ് ഡ്രിഫ്റ്റ് ചെയ്ത് ഒഴുകി അങ്ങ് പോകാതിരിക്കാൻ കേട്ടത് വളരെയധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളാൻ നമുക്ക് ആവശ്യമാണ്. ഞാൻ നേരത്തെ ഒരു സമയത്ത് ഈ വാക്യം പല പ്രാവശ്യവും എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടൊരു വാക്യം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു ഓളവും കാണാത്തൊരു തടാകത്തിൻ്റെ കരയിൽ നമ്മൾ എവിടെങ്കിലും ഒരു ബോട്ട് അവിടെ ഇട്ടിട്ട് രാത്രി അവിടെ ഇട്ടിട്ട് കെട്ടിയിടാതെ അവിടെ ഇട്ടിട്ട് രാവിലെ പോയിട്ട് തിരിച്ചു നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ ബോട്ട് അവിടെ കാണത്തില്ല. കാരണം നമ്മൾ എത്ര ഓളങ്ങളില്ലെന്ന് പറഞ്ഞാലും ഈ ചെറിയ ചെറിയ ഓളങ്ങൾ ഈ ബോട്ടിനെ തള്ളി വേറെ ഒരിടത്താക്കിയിരിക്കും. ഇതേപോലെ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഈ കൃപയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിയില്ലെങ്കിൽ പതുക്കെ പതുക്കെ നമ്മൾ മാറിപ്പോകുന്നത് നമ്മൾ അറിയത്തുപോലുമില്ല. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടത് വളരെ ആവശ്യം. ഇന്നിപ്പം നമുക്ക് കർത്താവ് നമ്മളോട് ഒരു തുടർമാനമായ ഒരു സംഭവം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്ഷയുടെ കാര്യം പറഞ്ഞു. നമ്മൾ ചിന്തിക്കുന്നത് ഈ രക്ഷയിൽ ഞാൻ ആയിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ കർത്താവിൻ്റെ വരവ് വരെ നിൽക്കണം. അപ്പം ഇങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് ഓരോ സമയത്തും ആവശ്യമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം കർത്താവ് തുടർമാനമായിട്ട് ദൈവസഭയെ തരും. പ്രത്യേകിച്ച് ഒരു ദൈവസഭയിൽ നാം ആയിരിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ചില പ്രിവിലേജ് ഉണ്ട്. കർത്താവ് ഈ സഭയെ ഇങ്ങനെ നയിക്കുമ്പോൾ അവിടെ എന്താണ് ആവശ്യമെന്നുള്ളത് കർത്താവിനറിയാം. അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ അതിനാവശ്യമായിട്ടുള്ള വചനം തന്നുകൊണ്ടിരിക്കും. കാരണം അവൻ ആരാ? നമ്മുടെ ശ്രേഷ്ഠനായ ഇടയനാണ്. പക്ഷേ ഈ കൂട്ടം തെറ്റി നടക്കുന്നവർ യൂട്യൂബിൽ കയറിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും കിട്ടുന്നത് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗ്രോത്ത് അവിടെ ഉണ്ടാകത്തില്ല. കാരണം നമുക്ക് വേണ്ടതാണെന്നും ആയിരിക്കത്തില്ല അവിടെ. കേൾക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പലതും ഉണ്ട്. പക്ഷേ വളരെ സൂക്ഷ്മതയോടെ നമ്മൾ കരുതണം, അത് ശ്രദ്ധിക്കണം. എബ്രായ ലേഖനം 6-ാമത്തെ അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളിലൂടെ നമ്മൾ നോക്കിയാൽ, എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. പുതിയ നിയമമെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ദൈവനം പറയുന്നത് അനേക വിശേഷതയേറിയ അനേക വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട ഒരു പുതിയ നിയമം, ഒരു പുതിയ കവനൻറ്റ്. ആ പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറഞ്ഞാൽ തന്നെ വളരെ വിശേഷതയേറിയ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളാണ്. ഈ വാഗ്ദത്തങ്ങൾ നമ്മൾ അവകാശമാക്കി തന്നെ നമ്മൾ മുമ്പോട്ട് പോകണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. കർത്താവിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ളൊരു വാഗ്ദത്തം എന്താ? നീ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതൊരു വാഗ്ദത്തമാണ്. എന്നാൽ അനേകരെ സ്ട്രഗിൾ ചെയ്യുന്നൊരു കാര്യമായി ഒരു വിഷയം.
ഈ വാഗ്ദത്തം പുതിയ നിയമത്തിൽ നമുക്ക് തന്നേക്കുന്ന വാഗ്ദത്തമാണ്. നമ്മളോട് പറയുന്നത് എന്താ? വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങൾ അവകാശമാക്കിയവരെ നമ്മൾ അനുകരിക്കണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വിശ്വാസം അനുഭവിച്ച് അത് അവർ അവകാശമാക്കിയവരെ നോക്കിക്കൊണ്ട് നമ്മൾ ദീർഘക്ഷമയോടെ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഈ വാഗ്ദത്തങ്ങൾ ഏറ്റുപറഞ്ഞ വാഗ്ദത്തം നമ്മൾ എന്ത് ചെയ്യണം? അവകാശമാക്കണം. പുതിയ നിയമത്തിൽ ഇതേപോലെ അനേക വാഗ്ദത്തങ്ങളുണ്ട്. അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുന്നത് പോലും വാഗ്ദത്തത്തിലൂടെയാണ്, ദൈവത്തിൻ്റെ കൃപയിലൂടെയാണ്. അങ്ങനെ ഓരോ വാഗ്ദത്തവും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അനുഭവിച്ച് അവകാശമാക്കി നമ്മൾ മുമ്പോട്ട് പോകാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ പറയുന്നത്, നിങ്ങൾ മന്ദതയുള്ളവരായി പോകല്ലേ. ഓ, എന്നെ കൊണ്ടൊക്കത്തില്ല, എനിക്ക് കഴിയുമോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. നമ്മുടെ ദൈവത്തെ കയറി പിടിച്ചാൽ അവനത് കഴിയുമോ എന്നുള്ളതാ പ്രശ്നം. അതായിരിക്കണം നമ്മുടെ ബോധ്യം. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ചെയ്തു തരാൻ ഒരു പ്രശ്നവുമില്ല. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമാണ് എൻ്റെ ദൈവം. നമ്മുടെ വിഷയമല്ല അവിടെ, നമ്മുടെ കർത്താവാണ് നമുക്ക് വേണ്ടി അത് ചെയ്തു തരുന്നത്. അതാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. അപ്പം മന്ദതയുള്ളവരായി പോകാതിരിക്കാൻ ഈ സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. മത്തായി എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ 24 തൊട്ട് 30 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഒരു ഉപമ പറഞ്ഞു. ഒരു മനുഷ്യൻ വയലിൽ വിത്ത് വിതച്ചു. ഉറങ്ങിയ സമയത്ത് ശത്രു വന്നിട്ട് കളയും കൂടെ വിതച്ചു. കുറച്ച് കഴിഞ്ഞ് പോയി നോക്കിയപ്പോൾ വിത്തിൻ്റെ കൂടെ കളയും കൂടെ കിളിച്ചു വന്നു. ദാസന്മാർ വന്ന് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, പറിച്ച് കളയട്ടെ കള? പക്ഷേ കർത്താവ് പറഞ്ഞു, ഇപ്പം കള പറിക്കാൻ ഒക്കത്തില്ല. കള പറിച്ചാൽ ഒരു പക്ഷേ ധാന്യവും കൂടെ പോകും. അതുകൊണ്ട് അവസാനം വരെ അങ്ങ് നിൽക്കട്ടെ. കൊയ്ത്താകുമ്പോൾ കള കൂട്ടി തീർക്കിടാം, മറ്റേതിനെ നമുക്ക് അത് കൊയ്തിട്ട് അത് കളപ്പുരയിൽ കൂട്ടി വെക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ ദൈവസഭയുടെയും ഒരു ചിത്രം. ദൈവസഭയിലും നമ്മൾ ഒരു കാര്യം ഓർക്കണം, ദർ ക്യാൻ ബി ബിലീവേഴ്സ് ആൻഡ് ഓൾസോ പ്രിറ്റൻഡേഴ്സ്. നമ്മൾ വിശ്വാസികളും കാണും, അത് വിശ്വാസമുണ്ടെന്ന് ഭാവിക്കുന്നവരും കാണും. ഒരിക്കലും ആ രക്ഷയിലേക്ക് കടന്നു വരാൻ കഴിയാത്തവരുമുണ്ട്. ഇത് ഒരു സത്യമാണ്. കർത്താവ് ഇതേ കാര്യം പറഞ്ഞു, ഒരു വലയിൽ മീൻ പിടിക്കുന്ന കാര്യം. മീൻ പിടിച്ചിങ്ങ് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇതിനെ അത് തെരയും, നല്ലതിനെ എടുക്കും, ചീത്ത എടുത്ത് കളയും. അപ്പോൾ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്നും പഠിപ്പിച്ചു. അപ്പം നമ്മളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഇങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ വേറെ ആരുടെയും കാര്യം നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതവും നമ്മുടെ രക്ഷയും നമ്മുടെ ബിരുദം തെറ്റിക്കല്ല. അത് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം നമ്മൾ മുമ്പേ കേട്ട പോലെ നമ്മുടെ ഒരു ബോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഗോൾ പോസ്റ്റിലെത്തിക്കണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് രക്ഷ കർത്താവ് തന്നു, ഇത് എനിക്ക് സഹിച്ച് നിന്നിട്ട് എനിക്ക് എവിടെ എത്തണം? എൻ്റെ രക്ഷ നഷ്ടപ്പെടുത്താതെ എനിക്ക് നിത്യതയിൽ എനിക്ക് എത്തണം. അവിടെ എനിക്ക് പ്രതിഫലം വാങ്ങിക്കണം. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് നല്ല ദാസനെ എന്നൊരു വിളി കേൾക്കണം. ഇതാ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. എന്നാൽ നമുക്ക് ഈ പോകുന്നതിനിടയ്ക്ക് പല പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാതല്ല നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഇത് തന്നെയാണ് നമ്മൾ കേട്ടത്. 2 തിമോത്തി 1:12 എടുത്താൽ 2 തിമോത്തി 1:12, അതിനിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചുമിരിക്കുന്നു. ഇവിടെയാണ് പറയുന്നത്, ഞാൻ ആരെ വിശ്വസിച്ചാണ് ഇറങ്ങിയിരിക്കുന്നതെന്ന് എനിക്ക് ഒരു നിശ്ചയം വേണം. നമ്മളൊരു കാര്യം ഓർക്കണം, നമ്മൾ ആരുടെ പുറകെ ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ മറന്നു പോകരുത്.
അഖിലാണ്ടത്തെ മുഴുവൻ നിർമ്മിച്ചവനെയാണ് നമ്മൾ ആരെന്ന് വിളിക്കുന്നത്? പിതാവേ എന്ന് വിളിക്കുന്നത്. പുതിയ നിയമത്തിലാണ് നമുക്ക് ആ ഒരു ഉടമ്പടിയിലേക്ക് വന്നത്. ഞാൻ നിങ്ങൾക്ക് പിതാവും ഞാൻ നിങ്ങളെ അങ്ങൻ്റെ മക്കളുമാണ്. അവ ഈ വിശ്വസിച്ച് ഞാൻ ആരുടെ പുറകെ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളത് നമുക്കൊരു നല്ല ബോധ്യം വേണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞേക്കുന്നത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ. എന്നെ വിളിച്ചെങ്കിൽ അവൻ എന്നെ നിത്യതയിലെത്തിക്കാൻ അവൻ ശക്തനാണ്. ഇതാണിക്കണം നമ്മുടെ ഏറ്റുപറച്ചിൽ. He is able to guard what I have entrusted to him for that day. റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിൽ നമ്മളോട് പറയുന്നത് എന്താണ്? റോമാലേഖനം 8:31 തുടങ്ങി ഒരു വലിയൊരു ലിസ്റ്റാണ് പറയുന്നത്. റോമാലേഖനം 8-ന്റെ 31 തുടങ്ങിയുള്ള ഒരു കാര്യം എഴുതിയേക്കുന്നത്. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? നമ്മളോട് പറയുന്നത് ദൈവം എനിക്ക് അനുകൂലമാണ്. എന്നെ എന്തോ യേശു കർത്താവ് ചെയ്തത്? ദൈവവുമായിട്ട് എന്നെ അങ്ങ് നിരപ്പിച്ചു. എനിക്കും ദൈവത്തിനും തമ്മിൽ ഒരു സമാധാനത്തിലേക്ക് കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ ക്രോധാഗ്നി എൻ്റെ പാപജീവിതം മൂലം ഇങ്ങനെ കത്തിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് യേശു കർത്താവ് എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചിട്ട് ഞാനത് വിശ്വസിക്കാൻ ഒരു കൃപ തന്ന് എന്നെ ദൈവം വിളിച്ചിട്ട് എന്നെ ദൈവവുമായിട്ട് നിരപ്പിച്ചു. എനിക്കൊരു സമാധാനം തന്നു. എന്നിട്ട് പറയുക, എൻ്റെ ദൈവം എനിക്ക് അനുകൂലമാണെങ്കിൽ ആർക്ക് പ്രതികൂലം നിൽക്കാനൊക്കും? വേറെ ആർക്കും ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കാൻ കഴിയത്തില്ല എന്നുള്ള ഒരു ഉറപ്പായിരിക്കണം നമ്മളെ മുമ്പോട്ട് നടത്തുന്നത്. നത്തിങ് ക്യാൻ സെപ്പറേറ്റ് മീ ഫ്രം ദ ലവ് ഓഫ് ഗോഡ്. ഈ ദൈവത്തിൻ്റെ അങ്ങനത്തെ ഒരു ഷുവറായിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ പുറകിലാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ഷുവർ കവനൻ്റാണ് ദൈവം നമുക്ക് തന്നത്. എബ്രായ ലേഖനം 7-ാമത്തെ അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഹീബ്രൂസ് 7:25, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിച്ചിരിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. അതെ, അവൻ സദാകാലവും ജീവിക്കുന്നത് കൊണ്ട്. എന്തിനാ സദാകാലം ജീവിക്കുന്നേ? നമുക്ക് വേണ്ടി പക്ഷപാതം, എൻ്റെ പക്ഷം പിടിച്ചുകൊണ്ട് നിൽക്കാൻ, എൻ്റെ പക്ഷത്തിന് വേണ്ടി ദൈവത്തിൻ്റെ മുമ്പാകെ എനിക്ക് വേണ്ടി വാദിക്കാൻ, പക്ഷപാതം ചെയ്യുവാൻ അവൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. നമ്മളെ പൂർണ്ണമായി രക്ഷിക്കും. ഏത് പ്രശ്നം നമ്മൾ വിചാരിക്കും നമുക്കിതിനകത്തൊന്നും വെളിവരാൻ ഒക്കത്തില്ല, നമുക്ക് എങ്ങനെ വെളിവരാൻ ഒക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്ന സ്ഥാനത്ത് അവിടെ നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് ഇന്ന് നമ്മളെ വിളിച്ചിറക്കിയിരിക്കുന്നത്. അവനാ നമ്മുടെ കൂടെയുള്ളത്. ഈ ദൈവത്തിലാണ് നമ്മൾ ഇന്ന് ആശ്രയിക്കേണ്ടത്. ഈ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. നമ്മൾ മന്ദതയുള്ളവരാകാതെ ഈ വാഗ്ദത്തം നമ്മൾ പിടിച്ച് അത് വിശ്വാസത്തിലും ദീർഘക്ഷമയിലും നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിറക്കിയേക്കുന്നത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, പക്ഷപാതം ചെയ്യുന്ന ഒരു മധ്യസ്ഥൻ പിതാവിൻ്റെ സന്നിധിയിൽ അവൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടിയുണ്ട്. ഇനിയും പ്രശ്നങ്ങൾ എന്താ? കർത്താവ് പറയുന്നു, ഏതെങ്കിലും പരീക്ഷ ഞാൻ അനുവദിച്ചാൽ നീ ആ പരീക്ഷയിലൂടെ നശിച്ചു പോകാതിരിക്കാൻ ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അത് വിശ്വാസത്തിൻ്റെ പരിശോധനകൾ നമുക്കുണ്ട്. അതിനെ ട്രയൽ എന്ന് പറയും, പരീക്ഷ. പക്ഷെ നമ്മൾ പൊട്ടിപ്പോകുന്ന ഒരു പ്രശ്നം, ഒരു സ്ഥലമുണ്ട്. എവിടെയാ? പ്രലോഭനങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ശക്തിയിലൊക്കെ ആശ്രയിക്കാൻ നോക്കും. അവിടെ പലപ്പോഴും നമ്മൾ പരാജയപ്പെടും. പ്രലോഭനങ്ങളുടെ അടുക്ക വരുമ്പോൾ നമ്മളോട് പറയുന്നത്, നീ ഓടിപ്പോകാനായിട്ട് അവിടെ നിന്ന് ശ്രദ്ധിക്കണം. യോസേഫ് പൊത്തിഫറിൻ്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോയി എന്ന് പറയുന്ന പോലെ. പക്ഷെ അതിനു മുമ്പേ അവന് നല്ല ക്യാരക്ടർ ഫോം ചെയ്തിട്ടായിരുന്നു അന്ന് അവിടെ നിൽക്കുമ്പോൾ. എന്നിട്ടും തനിക്കൊരു പ്രലോഭനം വന്നപ്പോൾ ആർഗ്യൂ ചെയ്യാനും സംസാരിക്കാനും കൺവിൻസ് ചെയ്യാനും ഒന്നും നിന്നില്ല. അവൻ എന്തോ ചെയ്തു?
ഓടി. ദൈവം പറയുന്നത് എന്താണ്? നമുക്കൊരു ഭാഗം നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 10:13 മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. ഈ ഇവിടെ പരീക്ഷ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത് ടെംപ്റ്റേഷനാണ്. ഒരു ടെംപ്റ്റേഷനോട് കൂടി അവിടുന്ന് രക്ഷപ്പെടാൻ നമുക്കൊരു പോക്കുവഴി ദൈവം ഉണ്ടാക്കിയിരിക്കും. ഈ പോക്കുവഴി എന്ന് പറഞ്ഞാൽ ഹൈവേ ഒന്നുമല്ല. പോക്കുവഴി എന്തുവാ? പോക്കുവഴി എന്ന് പറഞ്ഞാൽ മനുഷ്യരിങ്ങനെ നടന്ന് ഒരു ചെറിയ ഒരു മാർക്ക് പോലെ പുല്ലിൻ്റെ മേളിലോ അല്ലെ മണ്ണിൻ്റെ മേളിലോ ഒരു കാണാം. ശ്രദ്ധിച്ച് നോക്കിയാൽ നടക്കാം. അപ്പോൾ കാണാം ഇങ്ങനൊരു വഴി ഇതിനകത്തൂടുണ്ട്. അപ്പം ഏത് പ്രലോഭനത്തിൽ നമ്മൾ അകപ്പെടുമ്പോഴും നമ്മളോട് പറയുന്നത് എന്താണ്? ആ ദൈവം നമ്മുടെ കൂടെ വിശ്വസ്തനായിട്ടുണ്ട്. കാരണം എന്താ? ഈ പ്രലോഭനത്തിൽ നമ്മൾ വീണ് നശിച്ചു പോകരുത്. അതാണ് അവൻ്റെ വിശ്വസ്തത. അതിനെന്തോ ചെയ്യും? ഒരു കാര്യം നമ്മളോട് പറയും, നമുക്ക് കഴിയുന്നതിന് മീതെ ഒരു പ്രലോഭനത്തിലേക്ക് ദൈവം നടത്തത്തില്ല. പ്രലോഭനമില്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒക്കത്തില്ലെന്ന് കർത്താവിന് അറിയാവുന്നതുകൊണ്ട് നമ്മളോട് കരുണ കാണിക്കുന്നുണ്ട്. ഇവനെ ഇതിനകത്ത് വിട്ടാൽ ഒക്കത്തില്ലെന്ന് പറഞ്ഞ് ദൈവം അങ്ങനെയൊക്കെ നമ്മളെ സൂക്ഷിക്കുന്നതാണ്. പക്ഷേ ഇത് പ്രലോഭനത്തിൽ കൂടെ പോകുമ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ കഴിയേണ്ടതിന് ഒരു പോക്കുവഴി ദൈവം അവിടുന്ന് രക്ഷപ്പെടാൻ ദൈവം എപ്പോഴും ഒരുക്കിയിരിക്കും. പക്ഷേ പരീക്ഷ വരുമ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധനയായതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് നിന്ന് ആ പരീക്ഷയിൽ നമ്മൾ നിലനിന്ന് വിശ്വാസം ജെന്യുവിനാണ് എൻ്റേതെന്ന് പ്രൂവ് ചെയ്യാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എൻ്റെ വിശ്വാസം അത് ശരിയായിട്ടുള്ളൊരു വിശ്വാസമാണ്. കാരണം പരീക്ഷ എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുന്ന നമ്മുടെ വിശ്വാസമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. വിശ്വാസത്തിൻ്റെയാണ് പരീക്ഷ. ഇവിടെ ഓടിപ്പോകാനല്ല. നമ്മൾ സാധാരണ ചെയ്യുന്നത് പ്രലോഭനത്തിൽ ഓടിപ്പോകാൻ പറഞ്ഞേക്കുന്നിടത്ത് പിടിച്ചു നിൽക്കാൻ നോക്കും. പരീക്ഷയിൽ പിടിച്ചു നിൽക്കണമെന്ന് പറയുന്നിടത്ത് നമ്മൾ ഓടിപ്പോകും. നമ്മൾ മനുഷ്യരാണ്. കർത്താവിന് ഇതറിയാം. അതുകൊണ്ടാണ് കർത്താവ് ഇത് പറഞ്ഞു. റോമാലേഖനം 14-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം കൂടെ നമുക്ക് വായിക്കാം. റോമൻസ് 14:4. മറ്റൊരുത്തൻ്റെ ദാസനെ വിധിപ്പാൻ നീ ആർ? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനനത്രേ. അവൻ നിൽക്കുന്നു താനും നിൽക്കും താനും. അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയും. അവനെ നിൽക്കുമാറാക്കുമെങ്കിൽ നമ്മളെ നിൽക്കുമാറാക്കാൻ കർത്താവിന് കഴിയും. കർത്താവിനൊരു മോഹവശവും ഇല്ല. നമ്മളോട് പറഞ്ഞു വിധിക്കണ്ടെന്ന് പറഞ്ഞ ഒരു വാക്യമായതെങ്കിലും എന്നെ നിർത്താൻ കഴിയുന്ന ഒരു ദൈവമാണ് എന്നെ വിളിച്ചിറക്കിയത്. എൻ്റെ എന്നെ മുഴുവനായിട്ട് അറിയുന്നവൻ, എൻ്റെ ആദ്യവും അവസാനവും അറിയുന്നവൻ, അവനാണ് എന്നെ വിളിച്ചിറക്കിയതെങ്കിൽ എന്നെ നിർത്താൻ കഴിയുന്നവനാണ് അവൻ എന്ന് പറഞ്ഞ് അവനിൽ അധികം ആശ്രയിക്കാനും ചാരാനും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇത് തന്നെ യൂദായുടെ ലേഖനത്തിലെ 24-ഉം 25-ഉം വാക്യം നമ്മൾ വായിച്ചാൽ ഇത് തന്നെയാണ് കർത്താവോട് എഴുതിയേക്കുന്നത്. 24-25 വാക്യങ്ങൾ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ വീഴാതെ നമ്മളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി. ദൈവത്തിന് നമ്മളെക്കുറിച്ച് ആഗ്രഹം കളങ്കമില്ലാത്തവരായിട്ട് നിൽക്കണമെന്ന്. അങ്ങനെ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്താൻ ഈ കൃപയുടെ കാലത്തും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഈ കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോഴും പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോഴും പരീക്ഷയുള്ളപ്പോഴും പ്രലോഭനങ്ങളുള്ളപ്പോഴും ഇവിടെ എല്ലാം ദൈവം നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ആനന്ദത്തോടെ, സന്തോഷത്തോടെ എന്നല്ല പറഞ്ഞ ആനന്ദം, ജോയ്.
ഈ ജോയ് എന്ന് പറയുന്നാൽ ഇറ്റ്സ് എ ജോയ് ഗിവൺ ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് പകരുന്ന ആ ആനന്ദത്തോടെ ഈ പ്രശ്നങ്ങളിനകത്തൂടെ കർത്താവിൽ ആശ്രയിച്ച് നമ്മൾ മുമ്പോട്ട് പോകാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്താൻ ശക്തിയുള്ളവനാണ് നമ്മുടെ കർത്താവ്. ഇതിൽ കൂടുതൽ എത്ര ഇനിയും മുമ്പോട്ട് നോക്കാമെങ്കിൽ ഇനിയും വാക്യങ്ങളുണ്ട്. അത്യാവശ്യം നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് കർത്താവ് തന്നു കഴിഞ്ഞു. കർത്താവ് നമ്മളോട് എന്തു ചെയ്തു? കർത്താവ് നമ്മളോട് പാപങ്ങൾ ക്ഷമിച്ചു. നമ്മൾ മുമ്പേയും കേട്ടു. നമ്മളെ ദൈവവുമായിട്ട് നിരപ്പിച്ചു. അതുമാത്രമല്ല, ഈ നമ്മളിവിടെ ആയിരിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ പാപം വിട്ടൊഴിഞ്ഞ് ജീവിക്കുവാൻ നമ്മളെ ബലപ്പെടുത്തി നമ്മളെ ഇങ്ങനെ മുമ്പോട്ട് നടത്താൻ കഴിയുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെ ആണ് ദൈവം നമ്മളെ വിളിച്ചേക്കുന്നത്. അതിന് നമ്മളെ ഇതുപോലെ രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ചെയ്തതെന്താണ്? ദിനം പ്രതി സഭയോട് ചേർത്തു. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി, നമുക്ക് തന്നിരിക്കുന്ന ഒരു സേഫ്റ്റി ആയിട്ടുള്ള ഒരു സേഫായിട്ടുള്ള ഒരു സ്ഥലമാണ്. രക്ഷിക്കപ്പെടുന്നവർ അവസാനം വരെ നിലനിൽക്കുവാൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ദൈവസഭ. ദൈവസഭയിൽ കൂട്ടം വിട്ട് നടക്കുന്നവർക്കാണ് പ്രശ്നങ്ങൾ. ദൈവസഭയിലായിരുന്നാൽ അവിടെ നമുക്ക് എന്തെല്ലാം ഉണ്ട്? ദൈവത്തിൻ്റെ വചനം, ഞാൻ മുമ്പേ പറഞ്ഞു, നമുക്ക് ആവശ്യമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം. ദൈവം ഈ ഒരു കൂട്ടത്തെപ്പറ്റി ദൈവത്തിന് ചില ഉദ്ദേശമുണ്ട്. നമ്മളോട് എത്രയോ പ്രാവശ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ വിളിക്ക് ഒത്തവണ്ണം നമ്മൾ മുമ്പോട്ട് പോകത്തക്കവണ്ണം ദൈവം നമുക്ക് വചനം തരും. അനേക ശുശ്രൂഷകൾ, പല തരത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നവർ ദൈവസഭയെ തന്നു. നമുക്ക് വേണ്ട ശുശ്രൂഷകളെല്ലാം നമുക്ക് അത്യാവശ്യം ക്ഷീണിച്ചിരിക്കുമ്പോൾ നമുക്കുണ്ട് ഫോൺ നമ്പറുണ്ട്. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് വിളിച്ച് പറയാൻ നമുക്കുമുണ്ട് ചില സഹോദരങ്ങൾ. വി ഹാവ് മിനിസ്റ്റേഴ്സ്. എല്ലാറ്റിലുപരി കർത്താവ് നമ്മളോട് പുതിയ നിയമത്തിൽ തന്ന ഏറ്റവും വലിയ അനുഗ്രഹം, നമുക്ക് തന്ന പരിശുദ്ധാത്മാവെന്നൊരു കാര്യസ്ഥൻ നമ്മോടുകൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് നമുക്ക് തന്നു. ഈ നമ്മളെ ദിനം പ്രതി നടത്താൻ ഇത് മൂന്നും നമുക്ക് തന്നിട്ട് നമ്മളോട് പറയുകയാണ്, ഈ കൃപയിലേക്ക് നിങ്ങളെ വിളിച്ചെങ്കിൽ നിങ്ങൾ അവസാനത്തോളം സഹിച്ച് നിൽക്കുക. ഞാൻ നിന്നെ അവനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നിന്നെ ഞാൻ അവിടെ മേളിൽ ചേർത്തുകൊള്ളാം. ആ ഒരു വലിയ പ്രത്യാശയിൽ നിന്ന് അകന്നു പോകാതെ നമ്മുടെ കർത്താവിൽ, നമ്മുടെ കഴിവിലോ നമ്മുടെ ഒന്നിലുമല്ല, പക്ഷേ നമ്മളെ വിളിച്ച ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവം നമ്മളെ സഹായിക്കും. നമ്മളെ വിളിച്ചവൻ അവിടെ കൊണ്ടെത്തിക്കേണ്ടിടത്ത് അവനെ കൊണ്ടെത്തിച്ചിരിക്കും. അതിലങ്ങനെ ചാരി ദിനം പ്രതി ചാരി മുമ്പോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം എല്ലാവരെയും ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഇതുപോലെയുള്ള അനുഗ്രഹീതമായ സന്ദേശങ്ങൾ, ബൈബിൾ പഠനങ്ങൾ, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന, ഉത്സാഹിപ്പിക്കുന്ന സാക്ഷ്യങ്ങൾ എന്നിവ കേൾക്കുവാൻ നിങ്ങൾക്കിടയായിത്തീരും. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.